സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഒരു തരംതാണ ഭീഷണിയുണ്ട്. ഇന്ത്യ ഞങ്ങളുടെ വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഡാമുകൾ മിസൈൽ അടിച്ച് തകർക്കും. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയോ ജിയോഗ്രാഫി അറിയുന്ന ഒരാളോ കേട്ടാൽ പോലും ചിരിക്കുന്ന ഒന്നാണിത്. കാരണം ഈ ഭീഷണിയുടെ പിന്നിൽ ഹിമാലയത്തോളം പോകുന്ന ഒരു വലിയ മണ്ടത്തരമുണ്ട്. പാകിസ്ഥാൻ ആക്രമിക്കാൻ കൊതിക്കുന്ന അണക്കെട്ടുകൾ ഭൂപടത്തിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അതിൽ സംഭരിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഖനയടി വെള്ളം ഒടുവിൽ ഒഴുകിപ്പോകുന്നത് നേരെ പാകിസ്ഥാന്റെ നെഞ്ചിലേക്കായിരിക്കും. എന്നാലും നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ പരിശോധിക്കാം. ഇന്ത്യ ചെനാബ്, ജലം, ഇൻഡസ് നദീതടങ്ങളിൽ നിർമ്മിക്കുന്ന പുതിയ മെഗാ ഡാമുകളും ഹൈഡ്രോ പ്രൊജക്ടുകളും പൂർത്തിയാക്കിയ ശേഷം പാകിസ്ഥാൻ തങ്ങളുടെ മിസൈലുകളോ ഡ്രോണുകളോ യുദ്ധവിമാനങ്ങളോ ഉപയോഗിച്ച് അവയെ ആക്രമിച്ചാൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? ഇന്ത്യക്ക് എത്രമാത്രം നഷ്ടമുണ്ടാകും? പാകിസ്ഥാനിൽ എവിടെയൊക്കെ പ്രളയം വരും? ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഈ ഡാമുകളിലേക്ക് ഒരു മിസൈൽ എത്തിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവയൊന്നും പഞ്ചാബ് അതിർത്തിയിലെ സമതലങ്ങളിൽ ഇങ്ങനെ തുറസായ സ്ഥലത്ത് കിടക്കുന്ന ലക്ഷ്യങ്ങളുമല്ല. കിസ്ത്വാർ, ഡോഡ, രാംബാൻ, റിയാസി തുടങ്ങിയ ജമ്മു കാശ്മീരിലെ അതീവ ദുർഘടമായ ഹിമാലയൻ മലനിരകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇടുങ്ങിയ താഴ്വരകളും കൂറ്റൻ മലകളും നിറഞ്ഞ ഭൂപ്രകൃതി. അതിനു മുകളിൽ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് ഒരു ലേഡ് ഡിഫൻസ് സിസ്റ്റമാണ്. റഡാർ നെറ്റ്വർക്കുകൾ, ഫൈറ്റർ പട്രോളിംഗ്, ആകാശ്, S-400 പോലെയുള്ള സർഫസ് ടു എയർ മിസൈലുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ, ഇതെല്ലാം മറികടന്ന് ഇവിടെ ഒരു സ്ട്രൈക്ക് നടത്തുക എന്നത് പാകിസ്ഥാൻ ഏതാണ്ട് അസാധ്യമാണ്. ഇനി ഒരു മിസൈൽ അവിടെ എത്തിയാൽ തന്നെ ഡാം തകരുമോ? അവിടെയാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ പ്രസക്തി. ആധുനികമായ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം അല്ലെങ്കിൽ ഒരു റോക്ക് ഫിൽ ഡാം എന്ന് പറയുന്നത് ഒരു സാധാരണ കോൺക്രീറ്റ് കെട്ടിടം പോലെയൊന്നും അല്ല. ഭീമമായ ഭൂകമ്പങ്ങൾ, വൻ പ്രളയങ്ങൾ, ലക്ഷക്കണക്കിന് ടൺ വാട്ടറിന്റെ പ്രഷർ, അതിഭയങ്കരമായ വൈബ്രേഷനുകൾ, ഇതെല്ലാം ചെറുക്കാൻ തക്കവണ്ണം ലക്ഷക്കണക്കിന് ടൺ ഹൈഗ്രേഡ് കോൺക്രീറ്റും പാറയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാസീവ് സ്ട്രക്ചേഴ്സ് ആണ് ഇതൊക്കെ. ഒരു സാധാരണ മിസൈൽ വന്ന് വീണാലുടൻ തകർന്നു പോകുന്ന ഡാമുകളൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. റിയൽ ലൈഫിൽ ഒരു മിസൈൽ ഹിറ്റ് ഉണ്ടായാൽ അത് പരമാവധി കേടുപാടുകൾ വരുത്തുക ഡാമിന്റെ സ്പിൽവേ ഗേറ്റുകളോ പവർ ഹൗസോ ട്രാൻസ്ഫോമർ യാർഡ്, ടണൽ മുഖങ്ങൾ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റംസ് ഇതിനൊക്കെ ആയിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും റിയലിസ്റ്റിക്കായ ഫലം ഇങ്ങനെയായിരിക്കും. വൈദ്യുതി ഉൽപ്പാദനം താൽക്കാലികമായിട്ട് നിൽക്കും. ഡൗൺ സ്ട്രീമിൽ ഉടനടി ഫ്ലഡ് അലർട്ട് പ്രഖ്യാപിക്കും. ഇന്ത്യ അടിയന്തരമായിട്ട് ഇവാക്വേഷൻ പ്ലാനുകൾ നടപ്പിലാക്കും. ആർമി എഞ്ചിനീയർമാരും NDRFും യുദ്ധകാല അടിസ്ഥാനത്തിൽ രംഗത്തിറങ്ങും. അതിൻ്റെ ഒപ്പം ഇന്ത്യയുടെ അതിശക്തമായ സൈനിക തിരിച്ചടിയും പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് തുടങ്ങും. എന്നാലും നമ്മളൊരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാൻ പോവുകയാണ്. ഡാം പൂർണ്ണമായിട്ടും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മൺസൂൺ സമയത്ത് പാകിസ്ഥാന്റെ വൻകിട മിസൈലുകൾ നിരന്തരം വന്ന് പതിച്ച് ഒരു മെഗാ ഡാമിന് വലിയ രീതിയിൽ വിള്ളലുണ്ടായി എന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അങ്ങനെ സംഭവിച്ചാൽ ആദ്യം മരിക്കുന്നത് കുറെ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ചെനാബ് നദീതടങ്ങളിലെ ഒരു ഡാമിന് വലിയ വിള്ളലുണ്ടായാൽ ആദ്യം ബാധിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ മലയോര ജനവാസ മേഖലകളെ തന്നെയാണ്. കിഷ്ത്വാർ, ഡോഡ, രാംബാൻ, റിയാസി, ഒപ്പം അഖ്നൂർ ബെൽറ്റിലെ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരത്തെ ഗ്രാമങ്ങൾ, റോഡുകൾ, നിർമ്മാണ ക്യാമ്പുകൾ, ഇതെല്ലാം ഈ വൻ ജലപ്രവാഹത്തിൽ പെടും. ഇത് സാധാരണ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളപ്പൊക്കം പോലെ അല്ല. സെക്കൻഡുകൾക്കുള്ളിൽ മലവെള്ളം ഒരു കൂറ്റൻ മതിൽ പോലെ കുതിച്ചെത്തുന്ന ഒരവസ്ഥയാണ്. ഡാം ബ്രേക്ക് മോഡലിംഗ്, റിസർവോയർ ലെവൽ, മൺസൂൺ സമയം എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ വ്യാപ്തി. കൃത്യമായ ഒരു മരണസംഖ്യ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ്. എങ്കിലും UNDRR, FEMA എന്നിവയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഇത്തരം അതീവ വേഗതയുള്ള ജലപ്രവാഹങ്ങൾ വൻ ജീവഹാനി ഉണ്ടാക്കാം. കൃത്യസമയത്ത് മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. എന്നാൽ രാത്രികാലങ്ങളിലാണ് ആക്രമണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തകരാറിലായാൽ ഒരു സിംഗിൾ ലാർജ് ബ്രീച്ചിൽ പോലും ഇന്ത്യയിൽ 1000 മുതൽ 10,000 വരെയോ, മോശം സാഹചര്യങ്ങളിൽ 25,000 മുതൽ 50,000 വരെയോ ആളപായം ഉണ്ടായേക്കാം. എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ മരിക്കില്ല. കാരണം ഹിമാലയൻ താഴ്വരകൾ ഇടുങ്ങിയതാണ്. സമതലങ്ങളെ പോലെ അവിടെ തുടർച്ചയായ ജനസാന്ദ്രതയുമില്ല. എന്നിരുന്നാലും ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക തന്ത്രപരമായ നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ ഹൈഡ്രോ പവർ ശേഷി തകരും.
ആയിരക്കണക്കിന് മെഗാവാട്ട് ക്ലീൻ എനർജിയാണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുക. ഇത് ഉത്തരേന്ത്യൻ പവർ ഗ്രിഡിനെ ബാധിക്കും. രണ്ടാമതായിട്ട് കണക്ടിവിറ്റി തകരും. ചെനാബ് വാലിയിലെ തന്ത്രപ്രധാനമായ റോഡുകളും പാലങ്ങളും തകർന്നാൽ സൈനിക നീക്കങ്ങളും രക്ഷാപ്രവർത്തനവും മാസങ്ങളോളം സ്തംഭിക്കും. പിന്നെ പശ്ചാത്തല സൗകര്യങ്ങളുടെ നഷ്ടം. പവർ ഹൗസുകൾ ഭൂമിക്കടിയിലാണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷൻ യാർഡുകളും ടണലുകളും നശിക്കുന്നത് വഴി വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ട് നാളുകൾ എടുത്തേക്കാം. ഇന്ത്യ ഈ വലിയ മുറിവ് താങ്ങും. കാരണം ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. എന്നാൽ ഇതേ വെള്ളം ഇടുങ്ങിയ മലയിടുക്കുകൾ താണ്ടി അതിവേഗത്തിൽ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇവിടെയാണ് പാകിസ്ഥാന്റെ ഭീഷണി അവരുടെ സ്വന്തം കഴുത്തിൽ കുരുങ്ങുന്ന കയറായിട്ട് മാറാൻ പോകുന്നത്. ഒരു കാര്യം വ്യക്തമാക്കാം, ഈ ഡാം തകർച്ച കൊണ്ട് മുഴുവൻ പാകിസ്ഥാനും മുങ്ങിപ്പോവില്ല. എന്നാൽ പാകിസ്ഥാന്റെ നട്ടെല്ലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക സാമ്പത്തിക മേഖലയുമായിട്ടുള്ള പഞ്ചാബ് ഫ്ലഡ് ബെൽറ്റ് പൂർണ്ണമായിട്ടും തകരും. ചെനാബ് നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പോയിന്റായിട്ടുള്ള മരാല ഹെഡ്വർക്സ് ആണ് ആദ്യം തകരുക. അതിനുശേഷം ഈ പ്രളയ തരംഗം താഴെ പറയുന്ന ക്രമത്തിൽ ഓരോ സ്ഥലങ്ങളെയും വിഴുങ്ങും. പാകിസ്ഥാനിലെ സിയാൽകോട്ട്, ഗുജറാത്ത് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, വസീറാബാദ്, കങ്കി, കോദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങൾ, മണ്ഡി ബഹാവുദ്ദീൻ, ഹഫീസാബാദ്, ചിനിയോട്ട്, അതിനുശേഷം ഏറ്റവും അപകടകരമായ ജാങ് ആൻഡ് ട്രിമ്മു ബെൽറ്റ്. ഇവിടെയാണ് ജലവും ചെനാബും ഒന്നിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രളയത്തിൻ്റെ ശക്തി ഇരട്ടിയാവും. തുടർന്ന് മുൽത്താൻ മുസാഫർഗർ ബെൽറ്റും കടന്ന് പഞ്ച്നാട് കോറിഡോർ വഴി ഇത് സിന്ധു നദിയിലേക്ക് ഒഴുകിയെത്തും. പലരും പറയാറുണ്ട് ഈ വെള്ളം വന്ന് ലാഹോർ നഗരം മുഴുവൻ മുങ്ങുമെന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. ചെനാബ് നദിയിലെ വെള്ളപ്പൊക്കം ലാഹോർ സിറ്റിയെ നേരിട്ട് മുക്കില്ല. ലാഹോറിന് നേരിട്ട് ഭീഷണി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രവി നദീതട വ്യവസ്ഥ തകരണം. അതായത് മാധോപൂർ രഞ്ജിത് സാഗർ സൈഡിൽ നിന്നും അനിയന്ത്രിതമായ വെള്ളം വന്നാൽ മാത്രമേ ലാഹോർ കോർ സിറ്റി മുങ്ങുള്ളൂ. പക്ഷേ ചെനാബിലെ വെള്ളം പാകിസ്ഥാൻ പഞ്ചാബിലെ കനാൽ ശൃംഖലകളെയും ബാരേജുകളെയും തകർത്ത് അവിടുത്തെ കൃഷിയിടങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ നാശം ഇന്ത്യയേക്കാൾ വലുതാകുന്നത്? അതിന് കാരണം അതിൻ്റെ ജിയോഗ്രഫി തന്നെയാണ്. ഇന്ത്യയിലെ പ്രളയ തരംഗം ഇടുങ്ങിയ മലയിടുക്കിലൂടെ അതിവേഗം പാഞ്ഞു പോകുമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ എത്തുമ്പോൾ ഭൂപ്രകൃതി വൻ സമതലമാണ്. അവിടെ ജനസാന്ദ്രതയും വളരെ കൂടുതലാണ്. നദിയോട് ചേർന്നാണ് അവിടുത്തെ വൻ നഗരങ്ങളും കൃഷിയിടങ്ങളും റെയിൽവേ പാതകളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളമൊരിക്കൽ പരന്നൊഴുകിയാൽ അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മഹാദുരന്തമായി മാറും. പാകിസ്ഥാനിലെ പ്രളയം ബാധിക്കുന്ന ജനങ്ങളുടെ എണ്ണം ദശലക്ഷക്കണക്കിനായിരിക്കും. 2022 പാകിസ്ഥാൻ പ്രളയത്തിൽ 33 ദശലക്ഷം ആളുകളെ ബാധിക്കുകയും 1700-ലധികം പേര് മരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒരു ഡാം ബ്രീച്ച് ഉണ്ടായാലും മരണസംഖ്യ അതിലും ഭീകരമായിരിക്കും. കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള വാണിംഗ് ലഭിച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞത് 5000 മുതൽ 25000 മരണം വരെ ഉണ്ടാവും. രാത്രികാലങ്ങളിലോ മൺസൂൺ സമയത്തോ ആണെന്നുണ്ടെങ്കിൽ 25000 മുതൽ 1,00,000 മരണം വരെ സംഭവിക്കും. ഇനി ഒന്നിന് പുറകെ ഒന്നായിട്ട് ബാരേജുകൾ തകർന്ന ഒരു കാസ്കേഡ് ഫെയിലിയർ ഉണ്ടായാൽ മരണസംഖ്യ 1,50,000 അതിൻ്റെയൊക്കെ ഒരുപാട് മുകളിലേക്ക് ഉയരും. ഇത് വെറുമൊരു പ്രവചനമല്ല, ഭൂമിശാസ്ത്രപരമായ ഒരു റിസ്ക് എൻവലപ്പാണ്. മരണങ്ങളെക്കാൾ വലിയ ദുരന്തം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന തകർച്ചയായിരിക്കും. പാകിസ്ഥാന്റെ ബാരേജുകൾ തകരും. മരാല, ഖാൻകി, ഖാദിരാബാദ്, ട്രിമ്മു, പഞ്ചനാട് തുടങ്ങിയ വാട്ടർ കൺട്രോൾ പോയിന്റുകൾ തകർന്നാൽ പാകിസ്ഥാൻ പഞ്ചാബിന്റെ ഇറിഗേഷൻ സിസ്റ്റം എന്നേക്കുമായിട്ടില്ലാതെയാവും. പാകിസ്ഥാന്റെ കാർഷിക നട്ടലായ ഗോതമ്പ്, നെല്ല്, കരിമ്പ് കൃഷിയിടങ്ങൾ നശിക്കുന്നതോടെ രാജ്യം വൻ പട്ടിണിയിലേക്ക് പോകും. ഗുജറാത്ത്, വസീറാബാദ്, ജാങ്, മുൾത്താൻ കോറിഡോറിലെ പാലങ്ങൾ തകരുന്നതോടെ പാകിസ്ഥാനി പഞ്ചാബ് ഭൗതികമായിട്ട് വേർപെടും. പാകിസ്ഥാൻ രണ്ടായിട്ട് വിഭജിക്കപ്പെടും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പാകിസ്ഥാൻ ഇത്തരമൊരു അതിക്രമം കാണിച്ചാൽ ഇന്ത്യ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ഡാം ആക്രമിക്കുന്നത് ഇന്ത്യ ഒരു സാധാരണ സൈനിക നീക്കമായിട്ട് കാണില്ല. അത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് നേരെയും രാജ്യത്തിൻ്റെ ലൈഫ് ലൈനായ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയും നടത്തിയ ഒരു സ്ട്രാറ്റജിക് അറ്റാക്കായിട്ടായിരിക്കും ഇന്ത്യ കണക്കാക്കുക. അന്താരാഷ്ട്ര നിയമപ്രകാരം ഡാമുകൾ പോലെയുള്ള അപകടകരമായ ജലസംഭരണികൾക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വാട്ടർ ടെററിസം എന്ന് ഇന്ത്യ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യും. തുടർന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും 5 പ്രധാന നീക്കങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്നാമതായിട്ട് ഹെവി മിലിറ്ററി റിട്ടാലിയേഷൻ. പാകിസ്ഥാന്റെ മിസൈൽ ലോഞ്ച് സൈറ്റുകൾ, ഡ്രോൺ ബേസുകൾ, എയർ കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് നേരെ ഇന്ത്യ സമാനതകളില്ലാത്ത വ്യോമാക്രമണം നടത്തും.
പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തകർത്ത് തരിപ്പണമാക്കും. 1960 സിന്ധു നദീജല കരാർ ഔദ്യോഗികമായി അവസാനിച്ചതായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കും. പാകിസ്ഥാൻ എയർ ഡിഫൻസ് നെറ്റ്വർക്കിനെ പൂർണ്ണമായിട്ട് തകർക്കാനുള്ള വലിയ സൈനിക നീക്കം ഇന്ത്യ ആരംഭിക്കും. UN, G20, ക്വാഡ് ഒപ്പം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തും. ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ ഡാമുകൾക്ക് ചുറ്റും എയർ ഡിഫൻസ് കവറും കൗണ്ടർ ഡ്രോൺ ബബിളും സ്ഥാപിച്ച് രാജ്യം കടുത്ത സൈനിക സുരക്ഷയിലേക്ക് മാറും. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ ഡാം ആക്രമിച്ചാൽ ഇന്ത്യക്ക് വലിയൊരു മുറിവേൽക്കും എന്നത് ശരിയാണ്. എന്നാൽ പാകിസ്ഥാന് അത് സ്വന്തം നെഞ്ചിലേക്ക് വെടിവെക്കുന്നതിന് തുല്യമായിരിക്കും. ഇതൊരു ടാക്ടിക്കൽ സ്ട്രൈക്ക് അല്ല, പാകിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജിക് സൂയിസൈഡ് അഥവാ തന്ത്രപരമായ ആത്മഹത്യയായിരിക്കും. കാരണം വെള്ളത്തിന് പ്രൊപ്പഗണ്ട അറിയില്ല, വെള്ളത്തിന് മതമില്ല, വെള്ളം അതിർത്തികൾ മാനിക്കില്ല, അത് ഭൂഗുരുത്വ ബലം അനുസരിച്ച് താഴേക്ക് മാത്രമേ ഒഴുകൂ. ആ ഡാമുകൾ പൊട്ടിയാൽ പുറത്തു വരുന്നത് വെറും വെള്ളം മാത്രമല്ല, പാകിസ്ഥാൻ പഞ്ചാബിനെ വിഴുങ്ങുന്ന പ്രളയവും ഇന്ത്യയുടെ അതിശക്തമായ സൈനിക തിരിച്ചടിയും ലോകത്തിന്റെ മുമ്പിലെ പാകിസ്ഥാന്റെ ഒറ്റപ്പെടലും ഒപ്പമുണ്ടാവും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ ഡാമുകൾ ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ചില ഡ്രോണുകളോ മിസൈലുകളോ അയക്കാൻ അവർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു മോഡേൺ ഹിമാലയൻ ഡാം പൂർണ്ണമായിട്ട് തകർക്കാൻ അവർക്കാവില്ല. അങ്ങനെ ചെയ്താൽ മുങ്ങുന്നത് ഇന്ത്യയല്ല, ആദ്യം ഇന്ത്യൻ താഴ്വരകൾ, പിന്നെ പാകിസ്ഥാന്റെ പഞ്ചാബ്, ഒടുവിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.